നാഹം ദേഹോ നാഹം ദേഹോ നമേ ദേഹോ ബോധോഹമിതി നിശ്ചയി കൈവല്യമിവ സംപ്രാപ്തോ ന സ്മരത്യകൃതം കൃതം നാഹം ദേഹോ നമേ ദേഹോ ബോധോഹമിതി നിശ്ചയി കൈവല്യമിവ സംപ്രാപ്തോ ന സ്മരത്യകൃതം കൃതം അഹം ദേഹഃ ന അഹം ദേഹഃ ന മേ ദേഹഃ ന അഹം ബോധഃ ഇതി നിശ്ചയി കൈവല്യം സംപ്രാപ്ത ഇവ അകൃതം കൃതം ന സ്മരതി. അഹം ദേഹഃ ന ഞാൻ ദേഹമല്ല. ഭാരതീയ ചിന്തയിൽ ഒട്ടേറെ രംഗങ്ങളിൽ മാറ്റൊലിക്കൊള്ളുന്ന ഒരു ഭാഗമായി മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ശങ്കരൻ അവിടെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവത് ദർശനത്തിൽ വിദ്യാനന്ദ തീർത്ഥരും ഞാൻ ദേഹമല്ല കരണങ്ങളുമല്ല രാഗോന്മാദം കലർന്ന മനമല്ല മനീഷയല്ല. വിദ്യാനന്ദരുടെ മലയാളത്തെക്കാളും എളുപ്പം ശങ്കരന്റെ സംസ്കൃതമാണ്. അല്ല, വിദ്യാനന്ദരുടെ മലയാളത്തെക്കാളും ലളിത കോമളാകാന്ത പദാവലികൾ കൊണ്ടങ്കിതമാണ് ശങ്കരന്റെ പ്രൗഢ സംസ്കൃതം. എഴുതുന്നതിലുള്ള അതുപോലെ ലളിതമാണ് അഷ്ടാവക്രന്ഥയിലും. ഞാൻ ദേഹമല്ല, ഇതാ പഠിക്കേണ്ടത്. ബോധമാണ്. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും അത് ഞാനല്ല. അത് ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. അത് തിരഞ്ഞു തേറിയിടേണം. നാരായണ ഗുരുദേവൻ. ഗുരുദേവൻ അതിനകത്ത് ഒരുപാട് ശ്ലോകങ്ങൾ ഇതിനോട് സാദൃശ്യമുള്ളത് പറയുന്നു. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും മഹത്താമറിവിലമർന്ന് അതുമാത്രമായിടേണം. ദേഹമല്ല എന്നുള്ളതിന് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. ഈ ദേഹമാണ് ഞാനെന്നാണ് പൊതുവെ ധരിക്കുന്നത്. പണ്ടൊക്കെ ഈ ദേഹം വരെ ഉണ്ടായിരുന്നുള്ളൂ വിവരക്കേട്. പണ്ട് മനുഷ്യന് ദേഹം വരെയും വിവരക്കേടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതും കടന്നു. പഞ്ചകോശങ്ങളെ ഉണ്ടായിരുന്നു. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. പുറത്തൊരു കോശവും കൂടും. ചിലർക്ക് പിന്നെയും കോശമുണ്ട്. ബനിയൻ കോശം, ഷർട്ട് കോശം, കോട്ട് കോശം, ഇതെല്ലാം പുറമേ പുറമേ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് കീറിയാൽ ദുഃഖമുണ്ടോ? ശരിയല്ല. തൻ്റെ ശരീരം മുറിഞ്ഞതിനേക്കാൾ ദുഃഖം ഷർട്ട് കീറിയാലുണ്ടാവും. അത്ര ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ജനിച്ചപ്പം പോലെ ഇടിച്ച് നടക്കുകയല്ലേ. പണ്ടിതിട്ടിരുന്നില്ല. ഇതില്ലെങ്കിലും ജീവിക്കാവുന്നൊരു തോന്നലുണ്ടായിരുന്നു.
പണ്ട് കാലത്ത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒന്നും പഠിക്കാൻ ഇത്രയും ചെലവില്ലായിരുന്നു. ആകെ വേണ്ടത് ഒരു ഇറുക്കിലിക്കരയൻ കോട്ടാർമുറിയാണ് ആകെ കോടീശ്വരനാണെങ്കിൽ പഠിക്കാൻ വേണ്ടത്. കോടീശ്വരന്റെ പിള്ളേരെ അത് കൊടുക്കാറുള്ളൂ. ഒരു ഇറുക്കിലിക്കരയൻ കോട്ടാർമുറി കേട്ടിട്ടുണ്ടോന്നറിയില്ല. ആ കോറത്തുണിയൊന്നുമല്ല. ഈർക്കിലിക്കരയൻ വേണം. അതാണ് വലിയ ആളുകളുടെ പിള്ളേരൊക്കെ കൊടുത്തുകൊണ്ട് ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അതാകെപ്പാടെ ഒരു തോർത്തേ ഉള്ളൂ. അതാണ് ഈ കോട്ടാർമുറി എന്ന് പറയുന്നത്. പിന്നെ കൂടിയാൽ ഒരു ആനമാർക്ക് പെൻസില് കൊടുക്കുന്നുണ്ടോ? വേറെ പ്രായമുള്ളവര് ചെറുതായിട്ട് കൊടുക്കാൻ കഴിയും. ഒരു ചക്രം വേണം. അതുകൊണ്ടാ പറഞ്ഞത് അതൊരുമാതിരി പൈസയുള്ളവനെ താങ്ങാൻ പറ്റുള്ളൂ. ആകെ അത്രയൊക്കെ മതി പഠിക്കാൻ. ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെ കാര്യമായ വസ്ത്രമൊന്നും അണിഞ്ഞല്ല വരുന്നത്. ശരിയല്ലേ? എന്നിട്ട് അന്ന് ഈ കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. അതാണ് ഇതിനകത്തെ രസം. വീടുകളിലൊക്കെ ഷർട്ടിട്ട് നടക്കുന്ന പിള്ളേരൊരു 50-60 വരെ പോലും ഇല്ലായിരുന്നു. 50-60 വരെ വീട്ടിനകത്താണെങ്കിൽ അതിന് ചെലവ് കുറവായിരുന്നു. ആൺപിള്ളേരൊന്നും കാര്യമായിട്ട് ഷർട്ടിട്ടൊന്നുമല്ല വീടുകളിൽ നടന്നത്. ഒരു നിക്കറൊക്കെ തയ്പ്പിച്ചു കൊടുത്താൽ അത് വളരെ ചാക്ക് പോലുള്ള തുണി കൊണ്ടൊക്കെ കാരണവന്മാർ തയ്പ്പിച്ചു കൊടുക്കും. കീറരുതെന്ന് കഴിഞ്ഞു. പിന്നെ ബ്ലേഡ് കൊണ്ടൊക്കെ കീറി ഒരുപാട് പരുവാക്കണം. ആളുകൾ വന്നിരിക്കുമ്പോൾ പുതുത് കിട്ടാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുമ്പോഴാണ് ഇവനിത് ബ്ലേഡ് കൊണ്ട് കീറി മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ അപ്പോഴമ്മയൊരു കാര്യം ചെയ്യും, അതുപോലെ സൂചി കൊണ്ടും തുന്നി കൊടുക്കും. പിന്നെ അത് വേറെ കണ്ടിക്കണം, എന്നാലേ ഒരെണ്ണം പുതുത് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് മനുഷ്യനാണ് ജീവിച്ചത്. ഇന്നത് വല്ലതാണോ? ഇന്ന് എത്ര കോശങ്ങളാ പുറമേ അല്ലേ? ശരിയല്ല? അത് വേറെ. പണ്ടൊക്കെ നമ്മളും ടൈയൊക്കെ കെട്ടിയിരുന്നു, പക്ഷേ അത് താഴെയായിരുന്നെന്ന്. ഇപ്പൊ തന്തയും തള്ളേ അത് പൊതുജനങ്ങളെ കാണിക്കാൻ മോളിൽ കെട്ടി വിടുമ്പോൾ പറഞ്ഞാൽ പിന്നെ നമ്മളുമല്ലോ അല്ലേ ചെയ്യാൻ പറ്റുമോ? രാവിലെ പിള്ളേര് പോകുന്നത് കാണാൻ രസമാണ്. ഈ കണ്ട കൗബീനവും ഒക്കെ കൊടുത്ത് അല്ലേ? അതുകൊണ്ട് കാലം മാറിയെന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഞാൻ ദേഹമല്ല, ഈ ദേഹബോധം, ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല. രണ്ടെണ്ണമാണ്. ഞാൻ ഈ ദേഹമല്ല. ദേഹബോധം വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് ഈ ദേഹബോധം കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും കുറവാണ്. ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല. അഹം ബോധ ഇതി നിശ്ചയി, ഞാൻ ബോധമാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നവൻ. കൈവല്യം സംപ്രാപ്ത ഇവ, കേവലാവസ്ഥയെ പ്രാപിച്ചവനെ പോലെ അകൃതം കൃതം ന സ്മരതി, ചെയ്യാത്തതോ ചെയ്തതോ ന സ്മരതി, ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല, ബോധസ്വരൂപനാണ് ഞാൻ എന്ന് ദൃഢമായി അറിഞ്ഞവൻ മോക്ഷം പ്രാപിച്ചവനെ പോലെ ചെയ്തതോ ചെയ്യാത്തതോ ഒന്നും അറിയുന്നില്ല. ജീവൻ മുക്തിയായതുകൊണ്ടാണ് മോക്ഷം പ്രാപിച്ചവനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മോക്ഷം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുന്നു എന്നർത്ഥം. കൃതം അകൃതം ന സ്മരതി, കൃതാകൃതങ്ങളെല്ലാം ചിന്തയിലാണ്. അതുകൊണ്ട് അതിനുശേഷം ഈ ശ്ലോകം പറഞ്ഞത്. കൃതാകൃതങ്ങളൊന്നും കൈകാലുകളുടെയല്ല, കൃതാകൃതങ്ങളൊക്കെ ചിന്തയിലാണ്. അത് വസിഷ്ഠൻ പഠിപ്പിക്കുന്നുണ്ട് രാമനെ യോഗവാസിഷ്ഠത്തിൽ. മനഃകൃത കൃതം രാമ ന ശരീരകൃതം കൃതം. കർമ്മമൊക്കെ മനസ്സിൻ്റെയാണ്,
രാമനാകെ അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതോ ചെയ്യാത്തതോ അല്ല കർമ്മം. കർമ്മം അളക്കുന്നത് മനസ്സിനെ വെച്ചാണ്, ശരീരത്തെ വെച്ചല്ല. അവിടെയാണ് കോടതിയിലൊക്കെ ശിക്ഷ ശരീരത്തെ വെച്ചാണ്. മനസ്സിനെ വെച്ചല്ല. പക്ഷേ കോടതി മറ്റതുണ്ട്, അവിടെ മനസ്സ് മാത്ര കേന്ദ്രം. ഒഡേതമ്പുരാന്റെ കോടതി അകത്തുണ്ട്. അതൊരു രസം എന്താ വെച്ചാൽ ഇതെല്ലാം ബിൽറ്റിനാണ്. ഒഡേതമ്പുരാന് തെറ്റുപറ്റിയല്ല, ബിൽറ്റിൻ പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. കോടതി, പോലീസ്, പട്ടാളമൊക്കെ ചേർത്താ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തതിന് വലിയ കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ് ബിൽറ്റിനാണ് ഈ സാധനം. പെർഫെക്റ്റ് സൃഷ്ടിയാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് വലിയ കാര്യം. ഇതിന്റെ പോരായ്മകളുണ്ട് എന്ന തോന്നലാണ് ഏറ്റവും വലിയ പോരായ്മ. അവിടുന്ന് വളരെ ഭംഗിയായിട്ട് അത് സൃഷ്ടിച്ചു. കോടതിയൊക്കെ അകത്ത് സൃഷ്ടിച്ച് കോടതിയും കോടതിക്കുള്ള ന്യായാധിപനും എല്ലാം ഇതിനകത്തുണ്ട്. അതിനൊന്നും നമ്മൾ ശമ്പളവും കൊടുക്കണ്ട. മറ്റവന് ശമ്പളം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം. നാളെ ഗതികേടാവുമെന്നറിയില്ല. നിങ്ങളിത് കാസറ്റൊക്കെ കൊണ്ട് കാണിച്ച് കോടതി അലക്ഷ്യാവുമെന്നറിയില്ല. കാരണം കൈക്കൂലി മേടിച്ചാലും ജനം അത് പറയരുതെന്നുള്ളതാണ് അലക്ഷ്യത്തിന്റെ പ്രത്യേകത. ചീഫ് ജസ്റ്റിസിന് മാത്രം പ്രസംഗിക്കുമ്പോൾ പറയാം. ന്യായാധിപന്മാരിലും നല്ലൊരു ശതമാനം ന്യായമില്ലാത്തവരാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞാൽ കോടതി അലക്ഷ്യമില്ല. ശരിയല്ല? നമ്മളൊക്കെ പറഞ്ഞാൽ ഗതികേടാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു മതി കേട്ടോ. ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ട ആളുകൾക്ക്. നേരമില്ലാത്ത നേരത്തിന് ഇനി അതിലേക്ക് കയറി ഇറങ്ങണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ കാശ് വേണം. ഈ അകത്തെ കോടതിയിൽ കൈക്കൂലിയില്ല. മനസ്സിനെ മാത്രം വെച്ച ഈ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ രാമനോട് പറഞ്ഞത് മനകൃതകൃതം രാമ ന ശരീരകൃതം കൃതം. ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും കർമ്മമല്ല, മനസ്സാണ് കർമ്മത്തിന്റെ കാരകത്വമുള്ളത്. രാമനാകെ സ്തംഭിച്ചു നോക്കി വസിഷ്ഠനെ. ശരിയാണോ എന്നുള്ള മട്ടിൽ ഒട്ടനെ കൊടുത്തു ഉദാഹരണം. ഏനൈ വാലിംഗ്യതേ ജായ തേനൈ വാലിംഗ്യതേ സുതാഹ. ഗൃഹസ്ഥൻ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നു, മകളെയും ആലിംഗനം ചെയ്യുന്നു. ആലിംഗനം എന്ന നിലയിൽ രണ്ട് കർമ്മവും ഒന്നാണ് ശാരീരികമായി. പക്ഷെ ഒരു കർമ്മമാണോടാ ചെയ്യുന്നത്? രാമനെന്നല്ല, ആർക്കും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ സംസ്കാരം പോകും. ഒന്നല്ല, രണ്ടാണ്. മനസ്സാണ് കർമ്മം, ശരീരമല്ല. ഈ പഴയ ആളുകൾ ഉദാഹരണമൊക്കെ ഉദാഹരിച്ചാൽ അങ്ങേ തലയ്ക്കലാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല, ഞാൻ ബോധസ്വരൂപനാണ് എന്ന് ദൃഢമായി അറിഞ്ഞവൻ ചിന്തയില്ലാത്തതുകൊണ്ട് കൃതവും അകൃതവും സ്മരിക്കുന്നില്ല. ചിന്തയിലെ കൃതാകൃതങ്ങളുള്ളൂ. ചിന്ത മാറിയാൽ കൃതാകൃതങ്ങളുമില്ല. അടുത്തത് 7. സമയന്തായി? കാപ്പി കഴിഞ്ഞാകാം. എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ വാച്ച് നോക്കുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് ആ സമയം ചോദിച്ച്. വൈശ്വാനരൻ അസ്വസ്ഥനായി തുടങ്ങി തോന്നുന്നു. രാവിലെ ചിലപ്പോൾ 8:30 മണിയായപ്പോൾ ടാബ്ലറ്റ് ഒരെണ്ണം അടിച്ച് കാണും ഇൻസുലിന് വേണ്ടി. ഇപ്പൊ അവൻ പ്രവർത്തിച്ചും തുടങ്ങി കാണും. ഇനിയിപ്പോ അവന് ഉള്ള സാധനം അകത്തോട്ട് എന്നില്ലെങ്കിൽ ചിലപ്പോൾ തലയുറ്റി വീഴുകയോ വല്ലതൊക്കെ ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞിട്ടാകാം. എന്താ ശരി? നിങ്ങളുടെയൊക്കെ കയ്യിൽ ഓരോ ദിവസവും ഓരോ സൈസാണ്.
അത് ഫുള്ളായി. അല്ല രണ്ട് മോഡലാ ചേട്ടാ. വത്സൻ സാർ എവിടെ? അങ്ങനല്ല, അത് സേവ് ആകണം, നമ്മളത് ഡിലീറ്റ് ആയി പോരും. അതുകൊണ്ട് ശിവശങ്കർ എന്തേ ഇതൊന്ന് ഓഫ് ചെയ്യാൻ അറിയാം? ഓഫ് ചെയ്തിട്ടില്ല. എന്നാ ഇവിടെ ഓഫ് ചെയ്തേ. അയ്യോ പോയി സംഗതി വത്സരോട് പോയി. ആർക്കറിയാം ഇപ്പൊ മറ്റേ പുള്ളി അടുത്തൊന്നല്ലേ സംഗതി വിട്ടു പോയിട്ടുണ്ടോ? ഇവിടെ ആവശ്യമില്ലാത്ത പ്രസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പോയാലെങ്ങനെ ഡിലീറ്റ് ആക്കാനെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളൂ. ഓഫ് ആക്കണ്ടെന്നേ. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കൂടെ ഇതാണ് സാധനം. ഇല്ല, ഞാൻ ഓഫ് ചെയ്തോളാം.